രണ്ട് വാർത്തകൾ ആദ്യം കാണാം. ഒന്ന് പുതിയ വാർത്തയാണ്, മറ്റൊന്ന് പഴയ വാർത്തയാണ്. വിഷയം ഹെലികോപ്റ്റർ തന്നെയാണ്. കേരളത്തിന് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തിരുന്നു മുൻ LDF സർക്കാർ. അന്ന് വലിയ വിമർശനമായിരുന്നു. ഇതാ ധൂർത്തിൻ്റെ പ്രതീകം, എന്തിനാണ് ഈ ഹെലികോപ്റ്റർ എന്നൊക്കെ ചോദിച്ച പ്രതിപക്ഷ നേതാവ്. അതേക്കുറിച്ച് ഇന്ന് ഏഷ്യാനെറ്റ് കൊടുത്ത ഒരു വാർത്തയും അന്ന് അതേക്കുറിച്ച് മനോരമ കൊടുത്ത ഒരു വാർത്തയും, അതോടൊപ്പം നിയമസഭയിൽ ഇന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ രമേശ് ചെന്നിത്തല അന്ന് നടത്തിയ പ്രസംഗമുണ്ട്. ഇതാ ധൂർത്തിൻ്റെ പ്രതീകമാണ് ഈ ഹെലികോപ്റ്റർ, എന്തിനാണ് നമുക്ക് ഹെലികോപ്റ്റർ എന്നൊക്കെ ചോദിച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗം. ഇത് മൂന്നും നമുക്കൊന്ന് കാണാം. നോക്കിയാൽ ഓഗസ്റ്റ് 31, 2023 സതീശൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നത് ധൂർത്താണ്. ഇവിടെ ഹെലികോപ്റ്ററിന് വാടക 1.5 കോടി അല്ലെങ്കിൽ 2 കോടി രൂപ കൊടുക്കേണ്ടത് അത്ര അത്യാവശ്യമുള്ള കാര്യമാണോ? ആരെവിടെ ഹെലികോപ്റ്റർ സഞ്ചരിക്കുന്നത്? മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നുണ്ടോ? ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നത് ധൂർത്തെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എന്തൊരു വീറും വാശിയോടുകൂടിയാണ് സംസാരിക്കുന്നത് രമേശ് ചെന്നിത്തല. എന്തൊക്കെയായിരുന്നു അന്ന് VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? ചില വാർത്തകൾ കൂടിയുണ്ട്, അതിൻ്റെ സ്ക്രീൻഷോട്ട് പ്രേക്ഷകർക്ക് കാണാം. അതിൽ പറയുന്നുണ്ട് എന്താണ് കേരളത്തിൽ അന്ന് നടന്നത് എന്നൊക്കെ. VD സതീശൻ്റെ വാക്കുകളാണ്. അദ്ദേഹം 2023 ഓഗസ്റ്റ് 31 പറഞ്ഞത് അന്ന് ഏഷ്യാനെറ്റ് കൊടുത്ത വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രിക്കായി ഹെലികോപ്റ്റർ ധൂർത്തിൻ്റെ അങ്ങേയറ്റം രൂക്ഷ വിമർശനവുമായി VD സതീശൻ. അതേ ദിവസം അതേ വാർത്ത മനോരമയും കൊടുത്തിട്ടുണ്ട്. മനോരമയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: ഹെലികോപ്റ്റർ ധൂർത്ത് മുഖ്യമന്ത്രി തിരുത്തണം സതീശൻ. ഇതാണ് അന്ന് കൊടുത്ത വാർത്തകൾ. ഇന്ന് ഏഷ്യാനെറ്റിൽ ഒരു വാർത്തയുണ്ട്, അതിൻ്റെ കാർഡ് പ്രേക്ഷകർക്ക് കാണാം. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രി ദുരന്ത സ്ഥലത്തേക്ക് ഹെലികോപ്റ്ററിൽ നാളെ ഉച്ചയ്ക്ക് എത്തും. ഇതാണ് വാർത്തയുടെ കാർഡ്. സത്യത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് അവിടെ എത്തി മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ തന്നെ. ഇന്ന് മുഖ്യമന്ത്രി പോയി, ഇന്നലെ 2 മന്ത്രിമാർ പോയി. ആരൊക്കെയാണ്? T സിദ്ദീഖും AP അനിൽകുമാറും. ഇതേക്കുറിച്ച് AP അനിൽകുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊടുത്തിരുന്നു. AP അനിൽകുമാറിൻ്റെ പേജിൽ തന്നെയാണ്. അദ്ദേഹം റവന്യൂ വകുപ്പ് മന്ത്രി കൂടിയാണല്ലോ. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: വയനാട്ടിലേക്ക് ഒരു 3-4 കുത്തും കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു ഫോട്ടോയുണ്ട്, ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്ന T സിദ്ദീഖിൻ്റെയും AP അനിൽകുമാറിൻ്റെയും ഫോട്ടോ. പക്ഷെ പിന്നീട് ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ AP അനിൽകുമാറിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോയാൽ ഈ ഫോട്ടോ കാണാനില്ല. പക്ഷേ അതിനു മുമ്പ് തന്നെ സ്ക്രീൻഷോട്ടുകൾ ആളുടെ കൈകളിൽ എത്തിയിരുന്നു. അതാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത് നേരത്തെ? പിണറായി വിജയൻ്റെ ധൂർത്തിൻ്റെ പ്രതീകമാണ് ഹെലികോപ്റ്റർ. എന്തിനാണ് ഈ ഹെലികോപ്റ്റർ? പിണറായി വിജയൻ ഒരു ധൂർത്ത് പുത്രനാണ്. ഇതൊക്കെയായിരുന്നു പറഞ്ഞത്. കേരളത്തിന് ഇത് താങ്ങാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചവരുണ്ട് കേരളത്തിൽ. എന്നാൽ ഇന്നിതാ അതേ ഹെലികോപ്റ്ററിൽ സുഖയാത്ര നടത്തുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. അന്ന് പറഞ്ഞതിൽ നിന്നെല്ലാം U-ടേൺ അടിക്കുന്നു. നിരവധി U-ടേണുകളുണ്ട്. അതിലൊന്നുകൂടിയാണ് ഇത്. പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ എന്തെങ്കിലും വിളിച്ചു പറയുക. വാക്കാണ് വാക്കേ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് എന്നോർക്കണം. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞതിൽ നിന്ന് ഘടകവിരുദ്ധമായ നിലപാടാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, U-ടേൺ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ U-ടേൺ ആണ് ഈ ഹെലികോപ്റ്റർ യാത്ര. പിണറായി വിജയൻ്റെ ഹെലികോപ്റ്ററിൽ VD സതീശനും മന്ത്രിമാരും സുഖയാത്ര നടത്തുന്ന ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. ഇതാണ് പറയുന്നത് വാക്കാണേ വാക്ക് എന്ന്.